2024 മെയ് 1 വ്യാഴം രാശി മാറുമ്പോൾ വൃശ്ചികക്കൂർ നക്ഷത്രങ്ങളായ വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ നക്ഷത്രങ്ങളുടെ 7-ൽ കൂടിയാണ് വ്യാഴം ഗോചരവശാൽ സഞ്ചരിക്കുന്നത്. ഇത് ലഗ്നത്തിന്റെ കേന്ദ്രമാണ്. ലഗ്നകേന്ദ്രത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് നല്ലതായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർക്ക് ദീർഘകാലമായിട്ട് സന്താനമില്ലാതിരുന്ന ആളുകൾക്ക് ഈ കാലഘട്ടത്തില് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താല് തീർച്ചയായിട്ടും സന്താനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ സന്താനം ഉള്ളവർക്ക് ഈ സന്താനങ്ങളിൽ നിന്നും കാര്യമായ നേട്ടങ്ങള്, അതുപോലെ അവരുടെ മാതാപിതാക്കൾക്ക് ഗുണപരമായ അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ കാര്യങ്ങളിൽ വളരെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എന്ത് തൊഴിൽ ചെയ്താലും ആ തൊഴിലിൽ നിന്നും മേന്മ ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ മേലധികാരികളിൽ നിന്നും പ്രശംസ ഉണ്ടാകും. അതുപോലെ തന്നെ പ്രമോഷൻ ഉണ്ടാകാം. അതുകൂടാതെ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റമൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണിത്. അതുപോലെ വിവാഹാദി കാര്യങ്ങളിലും ഈ കാലഘട്ടം തീർത്തും പ്രയോജനപ്രദമാണ്. കാരണം എന്താ വെച്ചാൽ ദീർഘകാലമായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹം തീർച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ വിവാഹം നടക്കാൻ പറ്റിയൊരു കാലഘട്ടമാണിത്. അവര് ഉദ്ദേശിച്ച രീതിയിലുള്ള പങ്കാളിയെ തന്നെ ലഭിച്ച് നല്ല രീതിയിലുള്ള ശ്രേയസ്കരമായ വിവാഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണിത്. പിന്നെ സഹോദരന്മാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ഉണ്ടാകും. സഹോദരന്മാരിൽ നിന്ന് സഹായം ഉണ്ടാകും. സഹോദരന്മാരെ തിരിച്ച് സഹായിക്കുക, അതായത് സഹോദരന്മാരുമായിട്ട് പരസ്പര സഹകരണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. അതുപോലെ ദീർഘകാലമായിട്ട് ആലോചിച്ചിരുന്ന യാത്രകള്, ചിലപ്പോ സന്താനങ്ങളുടെ അടുത്ത് വിദേശത്ത് പോകാനായിരിക്കും ഉദ്ദേശിച്ചിരുന്നത്. അല്ലെങ്കിൽ ചില തീർത്ഥയാത്രകള്, ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന തീർത്ഥയാത്രകള്, ഇതിനൊക്കെ പോകാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. ഇവർ ഉദ്ദേശിച്ച രീതിയിൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നടക്കും. പിന്നെ വിദേശത്ത് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ IELTS പോലുള്ള പരീക്ഷകൾ എഴുതിയിരിക്കുന്ന ആളുകൾക്കും ഈ പരീക്ഷകളൊക്കെ പാസ്സായിട്ട് വിദേശത്ത് പോകാനും വിദേശത്ത് ജോലിക്ക് പോകാനും പഠനത്തിന് പോകാനും പറ്റിയ കാലഘട്ടമാണ്. അതുപോലെ ബിസിനസ് രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ബിസിനസ് പുഷ്ടിപ്പെടും. ബിസിനസ്സിൽ നിന്നും നല്ല ധനം ലഭിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാമാന്യേന കൃഷിയിൽ നിന്നും വരുമാനം ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് ഉദ്ദേശിച്ചിരുന്ന ഭൂമി വാങ്ങല്, കെട്ടിട നിർമ്മാണം, അതുപോലെ വാഹനം വാങ്ങുക, ഇവയൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കും. പിന്നെ ദീർഘകാലമായിട്ടുണ്ടായിരുന്ന നമ്മുടെ കടങ്ങളൊക്കെ തീർന്നു കിട്ടാവുന്ന, അതായത് ലോണൊക്കെ ഉണ്ടെങ്കിൽ ലോണൊക്കെ അടച്ചു തീർക്കാൻ പറ്റിയ അപ്രതീക്ഷിതമായിട്ടുള്ള പണങ്ങളൊക്കെ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയിട്ട് ഈ ലോണൊക്കെ അടച്ചു തീർത്തി സ്വസ്ഥമായിട്ടുള്ളൊരു കുടുംബാന്തരീക്ഷം വന്നുവിടാനുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന, നാടരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവർക്കൊക്കെ വളരെ ശ്രേയസ്കരമായ ഒരു കാലഘട്ടമാണിത്. പൊതുവെ ഈ കാലഘട്ടം ഈ മേൽപ്പറഞ്ഞ ആൾക്കാർക്ക് തൃപ്തികരമാണ്. അതായത് ഉദ്ദേശിച്ച രീതിയിലുള്ള നൂതന ഗൃഹനിർമ്മാണം, അതുപോലെ തന്നെ കുടുംബത്തിലെ ഐക്യം, തൊഴിലിൽ നിന്ന് അഭിവൃദ്ധി, ഇങ്ങനെ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സന്താന ലബ്ധി, ഇവയൊക്കെ വഴി ഇവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. തീർച്ചയായിട്ടും ഇവരൊരു ആവശ്യമായ ഒരു
ദേവപ്രീതി നടത്തുകയാണെങ്കിൽ, അതായത് അടുത്തുള്ള ഗ്രാമദേവത, അതായത് തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ ഒന്ന് പോയി അല്ലെങ്കിൽ വീട്ടിൽ സന്ധ്യാനാമമൊക്കെ ജപിച്ച് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും വരിക. നമസ്തേ.